കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള UDF നീക്കത്തിൽ കടമ്പകളേറെ. പ്രമേയം കൊണ്ടുവരാൻ വേണ്ടത് 34 അംഗങ്ങളുടെ പിന്തുണ. UDF നീക്കത്തെ പിന്തുണയ്ക്കുന്നതിൽ LDF നിലപാട് വ്യക്തമാക്കണമെന്ന് K. ശബരിനാഥൻ. സുഗതന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നടപടികൾ ഊർജിതമാക്കി BJP. കാസർഗോഡ് സ്കൂൾ മുറ്റത്ത് കഞ്ചാവ് ചെടി. 50 സെന്റിമീറ്റർ നീളമുള്ള ചെടി കുമ്പള പമ്പ്രാണ GBLP സ്കൂൾ മുറ്റത്ത്. ചെടി വളർന്നത് അടച്ചിട്ട കെട്ടിടത്തിന്റെ വരാന്തയോട് ചേർന്ന്. കേസെടുത്ത് അന്വേഷണം തുടങ്ങി കുമ്പള എക്സൈസ് അധികൃതർ. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതിയുടെ മരണം ഭർത്തൃപീഡനം മൂലമെന്ന് പരാതി. മരിച്ച 27-കാരിയുടെ ശരീരമാകെ മർദ്ദനമേറ്റ അടയാളങ്ങൾ. ശാരീരിക പീഡനത്തിന്റെ തെളിവായി ആരതി അയച്ച ഫോട്ടോകൾ ന്യൂസ് 18. ടീനിടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. കടവന്ത്ര CI എറണാകുളം സെൻട്രൽ ACPക്ക് റിപ്പോർട്ട് നൽകി. മറ്റൊരാൾ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ലെന്ന് വിശദീകരണം. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 13ാം പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ കക്ഷി ചേർന്ന് ED. ജാമ്യത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് ED. കേസിൽ പ്രത്യേകം വാദങ്ങൾ ഉന്നയിക്കാനുണ്ടെന്നും ED കോടതിയിൽ. ഹർജിയിൽ വിശദമായ വാദം തിങ്കളാഴ്ച. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്ത SIT. നീക്കം തിങ്കളാഴ്ച അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ നടപടി 2025 സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് BJPയുടെ കത്ത്. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് 79,717 പേർ യോഗ്യത നേടി. ഫാർമസി പരീക്ഷയ്ക്ക് യോഗ്യത നേടിയത് 26,943 വിദ്യാർത്ഥികൾ. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജുവിന് 1ാം റാങ്ക്. ആദ്യഘട്ട അലോട്ട്മെന്റ് ജൂലൈ 8-ന്. മൂന്നാറിൽ ആശങ്ക പരത്തി പടയപ്പ. ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. പരാക്രമം ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. ഷായബ് അക്തറിന്റെ സഹോദരൻ ഷാഹിദ് അക്തറിന്റെ സംസ്കാര ചടങ്ങിൽ ലഷ്കർ-ഇ-തൊയ്ബ പ്രതിനിധികളും. ചടങ്ങിനെത്തിയത് ഹാഫിസ് സയ്യിദിന്റെ അനുയായികളും പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് നേതാക്കളും. മരിച്ചയാൾക്കായി ഇവർ വരിയായി നിന്ന് പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. വിഷയത്തിൽ ഔദ്യോഗികമായി പ്രതികരിക്കാതെ ഷായബ് അക്തർ. തുടർ ഭൂചലനങ്ങളിൽ വിറങ്ങലിച്ച് വെനസ്വേല. ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-തോടടുത്തു. ഭീതി പടർത്തി 30-ലധികം ചെറുതുടർച്ച ഭൂചലനങ്ങൾ. അടിയന്തര സഹായം എത്തിച്ചു നൽകി ഇന്ത്യ. 40 അംഗ സംഘത്തെ അയച്ചു.